എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ നമുക്ക് ഇടിച്ചക്കയാണ് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ ഇടിച്ചക്കൊക്കെ പൊട്ടി വരുന്നേ ഉള്ളൂ, തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യത്തെ ഇടിച്ചക്കയാണ്, അപ്പോൾ അതാണ് കറി വയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്ന് എടുക്കണ ഇതാ ഇടിച്ചക്ക, പിന്നെ നമുക്കിതാ ഉള്ളി, കിഴങ്ങ്, തക്കാളി, അതിലേക്കുള്ള അതുകൊണ്ട് ഇവിടെ ഇടിച്ചക്കയും പിന്നെ അതിലേക്ക് ഉള്ളി, കിഴങ്ങ്, തക്കാളി, ഇത്രയാണ് കഷ്ണങ്ങൾ എടുക്കുന്നത്. നമ്മൾ വറുത്തരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ ഈ ഇടിച്ചക്കയ്ക്ക് ഒന്ന് നന്നാക്കട്ടെ. അപ്പോൾ അതുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ വറുത്ത് പിന്നെ അരച്ച് വെക്കണം. ഇനിയിപ്പോൾ ഇടിച്ചക്ക ഒരു പാകം വലുപ്പത്തിലുള്ള ഇടിച്ചക്കയാണ്. 2 സൈഡ് എടുത്ത് വെച്ചിട്ട് വേണ്ടോ. അപ്പോൾ അത് നമുക്ക് ഇനിയൊന്ന് ഒക്കെ മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് എന്താ വെച്ചാൽ ചെറുതാക്കി മുറിച്ച് ഇനി അത് നന്നാക്കി എടുക്കലാണ്. ഇടിച്ചക്ക നന്നാക്കൽ പറഞ്ഞ പോലെ വിളഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ ഏതായാലും ചെയ്യാം. അമ്മ ഏതായാലും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മൂക്കൊക്കെ ചെത്തി ഇനിയിപ്പോൾ ആ ഇടിച്ചക്കേൻ്റെ പിന്നെ ചെറുതായതുകൊണ്ട് വലിയൊരു ആയിട്ടില്ല. ഉറപ്പിന് മടൽ അത് ചെത്തിയെടുക്കാം. പിന്നെ ഏതായാലും ഇടിച്ചക്ക ഈ വർഷത്തെ ആദ്യത്തെയാണ് ഞങ്ങളെ ഇടിച്ചക്ക വിഭവം, ഇടിച്ചക്ക സാമ്പാർ. ഇനിയിപ്പോൾ ഇതാ അതൊക്കെ എടുത്ത് ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി ഒന്ന് നുറുക്കേ വേണ്ടു. സാമ്പാറിനുള്ള ആ ഒരു പാകത്തിനുള്ള നുറുക്കൽ, വലിയ വലുപ്പമില്ല, അധികം ചെറുതല്ലാത്ത രീതിയിലുണ്ട്, നുറുക്കിയെടുക്കാം. ഇവിടെ റെഡിയായി അത്. പിന്നെ ഇപ്പോൾ ഇതാ ഇനി ഇതൊക്കെ നുറുക്കണം. ഉള്ളി അത് ആദ്യം നുറുക്കാം, 2 എടുക്കുന്നുണ്ട്. ഉള്ളി നുറുക്കാം. പിന്നെ ഒരു കിഴങ്ങ്, അത്യാവശ്യം വലുപ്പമുള്ളൊരു കിഴങ്ങ്, അതാണ്. ഇനിയിപ്പോൾ തക്കാളി ഇവിടെ വരട്ടെ. 1, 2, 3 ഇതാ 3 വന്നു. ഇനി നമുക്കിതാ ഒന്ന് അതും നുറുക്കാം. തക്കാളി 3 എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉണ്ടാവും സാമ്പാറിന്, രസമാണ്. ഇനിയിപ്പോൾ അവിടെ നുറുക്കിയത് ഇവിടെ വരട്ടെ. അതാ അപ്പോൾ അതുമായി. പിന്നെ ഇപ്പോൾ നമ്മൾ വറുത്തരയ്ക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ തേങ്ങ ചിരവിയത്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇതാ ചട്ടി ഇവിടെ വരട്ടെ. അപ്പോൾ ഇനി അതിലിട്ടിട്ട് നമുക്കിതാ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഈ ചേരുവകൾ. ഇനിയിപ്പോൾ ഇതാ അതിലേക്കൊരു ചട്ടുകും വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതാ മല്ലിപ്പൊടി അത് ചേർക്കാണ്. ഇതാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഇടിച്ചക്കൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ വറുത്തരച്ച സാമ്പാർ നല്ല രസമാണ്. ഇനിയിപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കാനുള്ളത്, അടിയിൽ ലേശം വെള്ളത്തിൽ കുതിർത്ത പരിപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഈ കഷ്ണങ്ങളൊക്കെ ഇതാ നമ്മൾ നേരത്തെ നുറുക്കി വെച്ച കഷ്ണങ്ങൾ അത് കുക്കറിലിടാം. കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി അതും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇപ്പോൾ ഇതാ വെള്ളം അത് ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അതൊരു 2 വിസിലിന് ശേഷം നമ്മൾ ലേശം പുളി അത് പിഴിഞ്ഞ് പാരുകയാണ്. നമ്മളെ സാധാരണ പുളി. പിന്നെ ലേശം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. ഒക്കെ ഒന്നുണ്ട് തിളച്ച് വരുന്നതോട് കൂടിയതാണ് നമ്മൾ അരച്ച് വെച്ചത്, നേരത്തെ വറുത്തത് ഒക്കെ അരച്ച് വെച്ചത് അത് ചേർത്തു. പാകത്തിന് തന്നെ ഉള്ളൂ, നല്ല അത്യാവശ്യം അരച്ചതുണ്ട്. പിന്നെ ഇതാ നമ്മൾ കറിവേപ്പില അത് ചേർക്കാണ്.
അപ്പോൾ ഇനി വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കൂടി നമ്മൾ താളിച്ച് ഇവിടെ ചേർത്തു. ഇവിടെ കറി ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പം ഇന്ന് അതൊക്കെ നമ്മൾ മുരിങ്ങയില ഒരു വറവിൽ വെച്ചത് ഒരു ഉപ്പേരി പോലെ തന്നെ അതാണുള്ളത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നേരെ ഏതായാലും സന്ധ്യയായി. ഇപ്പോൾ അമ്മ ഏതായാലും നാമഞ്ചൊല്ലായി. ഭൂതനാഥതദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണോതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗലമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയ്യംബകേ ഗൗരി നാരായണീ നമസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ആപദാമഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യം. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കുകയായി. ഇന്നിപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണമാണ്, അതാണ് കാണിക്കുന്നത്. നമ്മളെ കറി പിന്നെ ഇപ്പം ഇന്ന് ഉള്ളത് എന്താ വെച്ചാൽ മുരിങ്ങയില അതൊന്ന് വറവിൽ വേവിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ ഇന്ന്. ഊണഴിക്കൽ കഴിഞ്ഞ് പിന്നെ 8 മണി മുതൽ ഒരു 9:30 വരെ സീരിയൽ കാണലാണ് അമ്മയ്ക്ക്. അത് അമ്മേൻ്റെ ഒരു പതിവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.